ടൈറ്റൻസ്, നമ്മുടെ അടുത്തായിട്ട് വരുന്ന ഐഡിയ ബസിന് എംപ്ലോയീസ് ആരും തന്നെ ഇല്ല. ഒപ്പമുള്ളവരെല്ലാം പാർട്ട്നേഴ്സാണ്. അതേന്നെ. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം ഗുജറാത്തിലെ ജുനഗഡിൽ നിന്നുള്ള CA പ്രതീക് ഗൗഡ ആൻഡ് ഡോക്ടർ വിഭാകർ ഗൗഡ. ഹലോ ടൈറ്റൻസ്, ഞാനാണ് ഫൗണ്ടർ പ്രതീക് ഗൗഡ. ഇദ്ദേഹമാണ് എൻ്റെ കോ ഫൗണ്ടറും മാമനുമായ മിസ്റ്റർ വിഭാകർ ഗൗഡ. ഹായ് ടൈറ്റൻസ്. ഹലോ. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബിസിനസ്സും സ്റ്റാർട്ടപ്പിനെയും കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ എൻ്റെ 20,000 കോ ഫൗണ്ടേഴ്സിനെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായും അവരെ കാണുന്നതിന് മുമ്പ് ഈ പ്രൊട്ടക്ഷൻ ഒക്കെ ഒന്ന് റെഡിയാക്കണം. നിങ്ങളുടെ നോട്ടം എനിക്ക് അത്ര ശരിയായി തോന്നുന്നില്ല. എന്റെ അമ്മാവാ, നമ്മുടെ കോ ഫൗണ്ടേഴ്സ് ഒക്കെ എങ്ങോട്ട് പോയി? ഒരുപക്ഷെ ലീവോ മറ്റോ ആണോ അവര്? പ്രതീക്, നമ്മുടെ കോ ഫൗണ്ടർ എപ്പോഴെങ്കിലും ലീവ് എടുക്കുവോ? ഇന്നും പതിവ് പോലെ നെക്ടർ എടുക്കാൻ പോയതായിരിക്കും. അത് സാരമില്ല, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുത്തോളാം. സോ ഹലോ ടൈറ്റൻസ്, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി ഇവന്റ്സ് ഒക്കെ അഴിക്കാനുള്ള സമയമായി. നിങ്ങൾ ഈ empty ബീഹൈവ്സ് ഒക്കെ കണ്ട് ഡിസപ്പോയിന്റ് ആയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ തേനീച്ചകൾ കർഷകരുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ അത് കർഷകർക്കായിരിക്കും വലിയ ഡിസപ്പോയിന്റ്മെന്റ്. കാരണം കുറെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കൃഷിക്ക് ക്രോസ് പോളിനേഷൻ ഇല്ലാതെ അത് ഒരിക്കലും പോസിബിൾ അല്ല. പണ്ടുള്ളവർ അത് അന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നാണോ അവസാനത്തെ തേനീച്ചയും ഇവിടുന്ന് പോകുന്നത്, അതിനുശേഷം വെറും 4 വർഷം കൊണ്ട് മനുഷ്യരാശി തന്നെ ഇല്ലാതാകുമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പോകുമ്പോൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോകുമെന്ന്. ഒരു കാര്യം നിങ്ങളും സമ്മതിക്കും, ശരിയായ സാധനം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ഉണ്ടാവുന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ശരിയായ സമയത്ത് ബീസുകളെ പാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും സസ്റ്റൈനബിൾ ബീ കീപ്പിംഗിലൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയും ഞങ്ങൾ തുടങ്ങിയതാണ് ഈ ബീ ബേസ്. ടൈറ്റൻസ്, ഞങ്ങളുടെ ജോലി തേനീച്ചകളെ വളർത്തി കർഷകരുടെ അടുത്ത് എത്തിക്കൽ മാത്രമല്ല. തീർച്ചയായും അമ്മാവ. ആൻഡ് ടൈറ്റൻസ്, ബീ ബേസ് പോളിനേഷൻ സർവീസസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ മെയിൻ ജോലി. അത് മാത്രമല്ല, ഞങ്ങൾ ഫ്ലോറ ബേസ്ഡ് നാച്ചുറൽ ആൻഡ് റോ ഹണിയും ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് അജ്വൈൻ, തുളസി, ലിച്ചി, ജാമുൻ, അതുപോലെ കുറേ സാധനങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് ബാസ്ക്കറ്റിലുണ്ട്. ഇന്ന് ഒറിജിനൽ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് മാർക്കറ്റിൽ കുറെ വിഷങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും കിട്ടുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ എയിമാണ് സസ്റ്റൈനബിൾ വേയില് നാച്ചുറൽ പ്രോഡക്ട്സ് കൺസ്യൂമർ വരെ കൊണ്ടുപോയി എത്തിക്കുന്നത്. B2B മോഡലില് ബ്രേക്ക്ഫാസ്റ്റ് ടു ബെഡ്. അതായത് ഞങ്ങളുടെ ഫാർമിൽ നിന്ന് നേരെ നിങ്ങളുടെ കിച്ചണിലേക്ക്. ബീ ബേസിന്റെ കലവറയിൽ തേനും വെണ്ണയും മാത്രമല്ല കാണുന്നത്. ബീ ബേസിന്റെ കലവറയിൽ വേറെയും പല രത്നങ്ങളുമുണ്ട്. യെസ്, രത്നം എന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് ഓർമ്മ വന്നത്. കോഹിനൂർ രത്നം പോലെ ബീ വെനം ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. തേനീച്ചകളിൽ വെനം ഉണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൊട്ടിയാൽ പോയ്സണസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഈ കാര്യം അറിയൂ. അതായത് തേനീച്ചയുടെ വെനമീൻ എടുക്കുന്ന ചില ബൈ പ്രോഡക്ട്സ് വെച്ച് വാക്സിൻസിനും മരുന്നുകൾക്കും മാനുഫാക്ചറിന് യൂസ് ചെയ്യാൻ പറ്റും. ബീ ബേസിൽ ഞങ്ങൾ വളരെ സസ്റ്റൈനബിളായി തേനീച്ചകൾക്ക് ഒരു പ്രശ്നവും കൊടുക്കാതെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കമേഴ്ഷ്യൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ പെർ kg 1.5 മുതൽ 2 കോടി വരെ വരും. സോ സസ്റ്റൈനബിൾ വേയില് ബീ കീപ്പിംഗ് അഗ്രികൾച്ചർ ചെയ്യുന്നത് പ്യുവർ ആൻഡ് റോ ഫോർമാറ്റിൽ ഹണി ആൻഡ് ബീ പ്രോഡക്ട്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്, എന്നിട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനെ എപ്പിക്കൾച്ചർ ബാസ്ക്കറ്റിലേക്ക് ഉണ്ടാക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ടാർഗറ്റ്, ബീ ബേസ്. ടൈറ്റൻസ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പലതരത്തിലുള്ള വിപ്ലവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഗ്രീൻ റെവല്യൂഷൻ, പിന്നീടത്തേത് വൈറ്റ് റെവല്യൂഷൻ, ഇപ്പോൾ ഇതാ 3ാമത്തെ റെവല്യൂഷനും എത്തിയിരിക്കുകയാണ്. അതിന്റെ പേരാണ് സ്വീറ്റ് റെവല്യൂഷൻ. ബീ ബേസിന്റെ ലക്ഷ്യം തന്നെ സ്വീറ്റ് റെവല്യൂഷനാണ്. പിന്നെ ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഞങ്ങൾ ചോദിക്കുന്നത് 3 കോടി രൂപയും അതിന്റെ കൂടെ 5% ഈക്വിറ്റിയും വേണം. ഈ ഐഡിയയുമായി ഞങ്ങൾ കുതിച്ചു പറക്കാൻ തയ്യാറാണ്. എന്താ, നിങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ പറക്കാൻ തയ്യാറാണോ? പറയൂ. സോ ഐഡിയ ആദ്യമായിട്ട് തോന്നിയത് ആർക്കാണ്? അമ്മാവനാണോ അനന്തരവനാണോ?
അമ്മാവൻ റിട്ടയർ ആയതിനു ശേഷം ഒരു കൺസൾട്ടൻസി വെച്ച് പുള്ളിക്കാരൻ കുറെ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന്. അപ്പൊ എനിക്ക് തോന്നി ജോലി വിട്ടിട്ട് അദ്ദേഹത്തിന് വന്നൊന്ന് സഹായിക്കാന്ന്. പിന്നീട് ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. അതിന് അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. സോ ആദ്യത്തെയും അവസാനത്തെ ഐഡിയക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അവിടുന്നാണ് ഈ കഥയുടെ തുടക്കം. സാർ, നിങ്ങൾ ഏത് ജോലിയിൽ നിന്നാണ് റിട്ടയർഡ് ആയത്? 1972-ൽ ഐ ജോയിൻഡ് അമുൽ ആൻഡ് ഐ റിട്ടയർഡ് ആസ് ജനറൽ മാനേജർ വിത്ത് അമുൽ. അതിനുശേഷം ഞാൻ എൻ്റെ ഡയറി കൺസൾട്ടൻസി തുടങ്ങി. പിന്നെ ഭാരതത്തിലെ മെജോറിറ്റി ഓഫ് ദി ഓട്ടോമേറ്റഡ് ഡയറീസ് ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത്. എൻ്റെ വയസ്സ് വെറും 77 വയസ്സ് മാത്രമേ ഉള്ളൂ. ഓ, അത് വളരെ ചെറുപ്പമാണല്ലോ. ലൈഫ് ബിഗിൻസ് അറ്റ് 60. ആഹാ, കൊള്ളാലോ. 74 വയസ്സുള്ള ഒരു യങ് ഓണ്ടർപ്രണർ ഐഡിയ ബാസിന്റെ വേദിയിലേക്ക് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ യങ്ങസ്റ്റ് ഓണ്ടർപ്രണറിന് ഇവിടെ ഇരിക്കാനായിട്ട് ചെയർ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാർ, എൻ്റെ സർനെയിം ഗോഡയാണ്. അത് ശരി. അതായത് കുതിര. ഞാനിരിക്കില്ല. സാർ, നിങ്ങൾ നീണ്ട റേസിന് പോകുന്ന കുതിരയാ. ബി കൾച്ചർ രാജ്യത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് പുതിയതായിട്ടുള്ളത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ വിപ്ലവം നടത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഐ ഹാഡ് an opportunity to work with ഡോക്ടർ വർഗീസ് കുര്യൻ. അതെ, ആ ലെജൻഡറി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൽ രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. Those who work don't know and those who know don't work. And if they get together, ഭാരതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യമുണ്ടല്ലോ, ആരാണോ ഇത് ചെയ്യുന്നത് അവൻ അറിവില്ല, അറിയുന്ന ഞാനോ ഒരിക്കലും ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഒന്നിച്ചാൽ പ്രശ്നങ്ങൾ യാതൊന്നും ഇല്ലാതാകും. താങ്കൾ ഈ സൈക്കിളിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കി തരാമോ? കാരണം ഞങ്ങൾക്ക് ഈ ബീ കീപ്പിങ്ങിനെ കുറിച്ച് വലിയ അറിവില്ല. ഓരോ അതുകൊണ്ട് സ്റ്റേറ്റിലും ഓരോ വിധത്തിലാണ് സാർ. കർഷകർക്ക് ബി ബോക്സിൽ സബ്സിഡിയും കിട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. മേടിച്ചതിന് ശേഷം ഗവൺമെന്റിനെ കൊണ്ട് അത് കൊണ്ടുപോയി കൊടുക്കാനും പറ്റില്ല. അവിടെയാണ് ഞങ്ങൾ ഒരു മിസ്സിംഗ് ലിങ്ക് ഉള്ള കാര്യം കണ്ടുപിടിച്ചത്. വേർ വി ക്യാൻ കണക്ട് ദ ഡോട്ട്സ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് എവിടെ ഏത് ക്രോപ്പാ വളരുന്നത്, എങ്ങനെയാ മൈഗ്രേഷൻ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ഫ്രണ്ട് ആൻഡ് മാർക്കറ്റ് ഞങ്ങൾ കുറച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട് സാർ. അപ്പോൾ ഇതിനകത്തെടുക്കുന്നതിലൂടെ ഈ സ്ഥലത്ത് ഞങ്ങൾ അവർക്ക് ബി ബോക്സ് പ്രൊവൈഡ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്ന സബ്സിഡി വെച്ച് അവിടെയുള്ള ജോലികളെല്ലാം തീർത്ത് അവരുടെ ബീസിനെ ഞങ്ങൾ എടുത്ത് മുഴുവനായി മൈഗ്രേറ്റ് ചെയ്യാൻ സഹായിക്കും. ഒരുപക്ഷെ മഴയൊന്നും ഇല്ലെങ്കിൽ ഏകദേശം 1 വർഷത്തിൽ ഒരു റൗണ്ട് തീർക്കാൻ പറ്റും. സീൽഡ് ഹണിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, വെറും സീൽ ഹണി. ആ റൗണ്ടിനുള്ള സമയമാകുമ്പോൾ അതിന്റെ സെയിം ബൈബാക്ക് ഇൻകം റോ ഫോമാറ്റിലുള്ള ബേസ് പ്രൈസ് ഇല്ലേ, അത് മുഴുവൻ അവർക്ക് പോകും. അതിന്റെ ഇൻവെന്ററി ഞങ്ങൾ എടുത്ത് ഫുള്ളായിട്ട് സെല് ചെയ്യും, പ്രോഡക്ട്സ് ഉണ്ടാക്കി. ഈ ദിവസം വരെ നിങ്ങളൊരു 5 കോടിയോളം ബിസിനസ് ചെയ്തില്ലേ, ശരിയല്ലേ? 40 lakhs per month റവന്യൂ. ബ്രേക്കപ്പ് ഫോർ മീ, റവന്യൂ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? പിന്നെ ഇതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയൂ. സർ, ഞാനിപ്പോ പറഞ്ഞല്ലോ, ആ ബ്രേക്കപ്പ് വന്നിട്ട് പ്രോഡക്റ്റ് പെർസെ, ബാച്ച് ആസ് എ സർവീസ് പെർസെ, ആൻഡ് എവിടെയൊക്കെയാണോ ഞങ്ങൾ പോളിനേഷൻ കോൺട്രാക്ട് ചെയ്യുന്നത്, ബീ കീപ്പിംഗ് ആസ് എ സർവീസ് മോഡൽ ഇല്ലേ, അതിൽ നിന്ന് ഒരു ഏകദേശം 30-35% ആ പ്രോജക്ട്സിൽ നിന്നാണ് വരുന്നത്. ബാക്കിയുള്ള 35% എന്ന് പറയുന്നത് പ്രോഡക്ട്സിൽ നിന്നാണ് വരുന്നത്. അതിൽ നിന്ന് യുണീക് പ്രോഡക്ട്സ് ആൻഡ് ഹൊറേക്ക. സോ ലൈക്ക് വി ആർ ഗിവിംഗ് ഫോർ പാൻ ഇന്ത്യ കമ്പനീസ് ലൈക്ക് അക്കോർ ഫോർ 3 years right now. So Horeca and the healthy gifting is making a basket right now. And ബാക്കിയുള്ള 25-30% വരുന്നത് പോളിനേഷൻ കോൺട്രാക്റ്റിൽ നിന്നാണ്. ബീ വനത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഐ വാണ്ട് ടു നോ ബീ വനത്തിന്റെ സ്റ്റേറ്റസ് എന്താണ്? Exact. പിന്നെ നിങ്ങൾ ഇതിൽ യുണീക്ക് ആണോ? ബീ വനം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? യെസ്, വി ആർ യുണീക്. ഞങ്ങൾ വനത്തിനെ പറ്റി പല സ്ഥലത്തും റിസർച്ച് ഒക്കെ ചെയ്തു നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, ഞാനൊരു കോർപ്പറേറ്റ് ഫാർമ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്, ഓൺലി വിത്ത് ലാർജ് സ്കെയിൽ ഫാമേഴ്സ്. കുറെ ഡിസീസസ് ഉണ്ട് റിലേറ്റഡ് ടു ഓൺകോളജി, ആർത്രൈറ്റിസ്, പെയിൻ മാനേജ്മെന്റ്, ഇൻഫ്ലമേഷൻ. ഇതിലെല്ലാം ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ മെലറ്റീനിയ എപ്പിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ദാറ്റ് ഈസ് വർക്കിംഗ് ആസ് എൻ ഇൻഗ്രീഡിയന്റ് ഇൻ മേക്കിംഗ് ദീസ് മെഡിസിൻസ്. അതും ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഇതിനുള്ള ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇന്നും അവൈലബിൾ അല്ല. ഈവൻ ഇൻ കേസ് വി വാണ്ട് എ COA, വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. നിങ്ങൾ ഇത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ടെക്നോളജി ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആക്ച്വലി ബീസിന്റെ സ്റ്റിങ്ങും ഹാർട്ടും കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ നമ്മുടെ സ്കിന്നിൽ കൊട്ടുമ്പോൾ ആ സ്റ്റിങ് പൊട്ടിക്കഴിഞ്ഞാൽ അത് മരിച്ചു പോകും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് തേൻകൂടിനകത്ത് വെക്കും വിത്ത് എ ഗ്ലാസ് പ്ലേറ്റ്. അതിന്റെ ചൂട് കൂടാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. അത് അവരെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ ദേഷ്യം വന്ന് അതിൽ കൊട്ടുമ്പോൾ അവിടെ ഗ്ലാസിന്റെ പ്ലേറ്റാ ഉള്ളത്. അപ്പോൾ അതിന്റെ പുറത്താണ് ഈ ഡ്രോപ്ലെറ്റ് വീഴുന്നത്. അതിനെ ഉടനെ തന്നെ ഞങ്ങൾ എടുത്ത് ഡ്രൈ പൗഡർ ആക്കി മാറ്റിക്കളയും. അതുകൊണ്ട് അവ ചാപില്ല അല്ലേ? ഇല്ല സർ. അതിൽ തന്നെ ഷീസ് അലൈവ്, ഷീസ് പ്രൊഡക്റ്റീവ്. ഇന്നത്തെ കാലത്ത്
വി ആർ സക്സസ്ഫുള്ളി ഇൻ ടു ഹാർവെസ്റ്റിംഗ് ആൻഡ് ഇൻ എ കമേഴ്ഷ്യൽ വേ 2-3 കമ്പനികളായിട്ട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഒരു സിഇഒനെ ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുമുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് പുറത്തുള്ള ലാബുകൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നുണ്ട്. സോ അതിനുള്ള തത്രപ്പാടിലാണ് ശരി, ഞങ്ങൾ ഇപ്പോൾ ഇപ്പൊ അതിന്റെ വില എന്താ ഇന്റർനാഷണൽ മാർക്കറ്റിൽ? അതിനുള്ള ഞാൻ വില ഈ എന്താണ്? പറയുന്ന വലിയ വലിയ കമ്പനികളൊക്കെ 1 കിലോന് ഏകദേശം 4 കോടി വരെ തരാൻ തയ്യാറാണ്. വാവ്. അതായത് നിങ്ങളുടെ 1 കിലോ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 1 കിലോ വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു യുവർ കമ്പനീസ് ഇയർ. അതെ സർ. അതായത് 1 കിലോ കളക്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസം? കളക്ട് ചെയ്യാനായിട്ട് ഇന്നുള്ള സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് 1 മാസത്തിൽ 1 കിലോ എടുക്കാൻ പറ്റും. ഓക്കെ, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് കാണാൻ ആ. സാധിക്കും? തീർച്ചയായിട്ടും സർ, വരൂ. സർ, ഇത് നിങ്ങൾ എത്രയ്ക്കാണ് വിൽക്കുന്നത്? ഇത് ഫ്ലേവറിന് ഏറ്റതുപോലെ റേറ്റ് മാറും. 35 മുതൽ 50 രൂപ വരെ വരും സർ. ഓക്കെ, മാർക്കറ്റിൽ നിങ്ങളുടെ കമ്പറ്റീറ്റർ അല്ലേ, അവർ സർ എത്രയ്ക്കാണ് വിൽക്കുന്നത്? ടെക്നിക്കലി റോ ഇൻഡസ്ട്രിയിൽ ആൾക്കാർ കുറവാണ്. സോ അവരുടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചീപ്പാണ് സർ. നിങ്ങൾ എങ്ങനെയാണ് ഒരു കൺസ്യൂമറെ കൺവിൻസ് ചെയ്യുന്നത്? എന്തെങ്കിലും തേർഡ് പാർട്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാം. ആദ്യം ഒരു കിണ്ണമെടുത്ത് അതിൽ വെള്ളമോ അല്ലെങ്കിൽ തേനോ ഒഴിച്ചു വെക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫോമിംഗ് ഹെക്സഗൺ. ഓ, റിയൽ ഹണി ഹെക്സഗൺ ഫോമിലാവോ? ഒരു വർഷത്തിന്റെ കഷ്ടപ്പാടിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾക്ക് ഒരു കോൺട്രാക്ട് കിട്ടിയത്. അതും അദാനിയുടെ കയ്യിൽ നിന്ന്. For their first site after 1 year's effort. And they are so happy and proud with the model. And they said we have more 50 sites. It's up to you to how much you can capture. Plus AKRSP. Aga Khan Rural Support Program. Aga Khanനോടൊപ്പം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് 8 മാസമായിട്ട് സെല് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം FPOസും ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹണി ബോട്ടിൽ വളരെ യുണീക്ക് ആണ്. അതെ, നിങ്ങളുടെ പ്രോഡക്ട്സ് വളരെ നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പോയി ഇരിക്കൂ, നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാം. നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ പ്രോഡക്റ്റിന് എത്രമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് ഞങ്ങളെ അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി. 87% ആളുകളും ഇത് വളരെ Very well, അത്യാവശ്യമാണ് very വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ വർഷം എത്ര റവന്യൂ വരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ വർഷത്തിന്റെ ക്ലോസിംഗിന് മുമ്പ് 5-5.5 കോടി വരെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ മുഴുവൻ പ്രൊജക്ഷനുള്ള ലിസ്റ്റ് വരുന്നതായിരിക്കും. CSRഉം ബി വെനമും ചേർന്നുള്ളത്. അത് ഓൾമോസ്റ്റ് മോർ ദാൻ ഡബിൾ ആയിരിക്കും ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. സോ 10 തൊട്ട് 15 കോടി വരെ അടുത്ത വർഷത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ പ്ലാൻ. വിത്ത് ഓൾ ഓഫ് ദി ബാലൻസ് ഓഫ് ദിസ് ഇൻക്ലൂഡിംഗ് ബി നിങ്ങൾക്ക് വെനം. ബിസിനസ് വളരെ നന്നായിട്ട് തന്നെ അറിയാവോ? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ ബിസിനസിന്റെ വാല്യുവേഷൻ എനിക്കത് ഇന്ന് കാണാൻ പറ്റുന്നില്ല. കാരണം അത് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നിങ്ങളുടേത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് റിസ്ക് ആബിറ്റായിട്ട് ഒന്നും തന്നെ ഇല്ല. 12 മടങ്ങ് റവന്യൂവിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ചെയ്യണം. അടുത്ത വർഷം പറ്റിയില്ലെങ്കിൽ അതിന് അടുത്ത വർഷം ചെയ്യണം. പക്ഷെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ബി വനത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. പക്ഷെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ അതെനിക്ക് 100% 1 വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിലോ റവന്യൂ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓൺലി ഫോർ ദാറ്റ് റീസൺ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൈ തരില്ല. ഫൈനാൻഷ്യലി ഇത് എൻ്റെ ബിസിനസ് റേഞ്ച് അല്ല, അതുകൊണ്ട് ഞാൻ കൈതരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഐ വിൽ ബി റൂട്ടിംഗ് ഫോർ യു. എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ. എനിക്ക് തോന്നുന്നത് ഈ ബീവനം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആവണമെന്നാണ്. ആദ്യം അത് തുടങ്ങി വെക്കൂ, എന്നിട്ട് സംസാരിക്കാം. പക്ഷേ ഇനി എന്താകും, ഡിമാൻഡ് എത്രയാകും, അതൊന്നും അറിയാതെ എനിക്കിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ 5 കോടിയെ 8 ടൈംസ് ചെയ്തു നോക്കിയാൽ റവന്യൂയുടെ 8 ടൈംസ്. എന്നെ സംബന്ധിച്ചിടത്തോളം 40 കോടി അതിന്റെ വാല്യുവേഷൻ വരുന്നുണ്ട്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ ഇതിൽ 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ അങ്കിളിന്റെ എനർജി കണ്ടിട്ട് മാത്രമാണ്. ഇൻ കേസ് സ്വീറ്റ് റെവല്യൂഷന് വേണ്ടി ഞാനും സന്ദേശിനും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കൂടെ ഞാനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സെയിം വാല്യുവേഷനിൽ 20 lakhs തരാൻ പറ്റും. ഓക്കെ. സോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 ഓഫറുകളാണുള്ളത്. അവർ പറയുന്ന വാല്യുവേഷൻ 40 കോടിയാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഓഫർ നൽകിയിരിക്കുന്നത്. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ട് ഡിസ്കസ് ചെയ്യൂ. ബിസിനസ് ലോഞ്ചിലേക്ക് പോയിക്കോളൂ പ്ലീസ്. ഓക്കെ സർ. ഈ ഒരു മുഴുവൻ സൈക്കിൾ ഉണ്ടല്ലോ, തേനീച്ചയുടെ വർക്ക് സൈക്കിൾ, ലൈഫ് സൈക്കിൾ, ദേ ആർ യൂട്ടിലൈസിങ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ്. Yeah. അപ്പോ നിങ്ങൾ നിങ്ങളുടെ 40,000-ഓളം വരുന്ന പാർട്ട്നേഴ്സിനോട് മുഴുവൻ സംസാരിച്ചു അതെ കഴിഞ്ഞോ? സർ, എല്ലാരോടും ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കൊള്ളാം. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ടൈറ്റൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദ ഓഫർ. ഞങ്ങൾ ഒരേ ഒരു കൗണ്ടർ ഓഫർ തരാം.
ഈ ഡീലിന് അതേ വാല്യൂ തന്നെയാ, പക്ഷെ നിങ്ങൾ 50 crore വാല്യുവേഷൻ തന്ന, സോ ദാറ്റ് വിൽ ബി റിയലി ഗുഡ് ബൂസ്റ്റർ ഫോർ us. ശരി, ഡീൽ 45 കോടി. ഓക്കേ, ഓക്കെ പറയൂ, പറഞ്ഞോളൂ. അഞ്ച് കോടിയല്ല, അത് വിട്ടേക്ക്. സർ, സമ്മതിക്കേ 4 5 ചേർന്ന് നോക്ക്, 9 ആവില്ലേ സർ? എന്നാണോ നിങ്ങളുടെ വനം സെയിൽ ചെയ്യാൻ ആരംഭിക്കുന്നത് അന്ന് ഞാൻ നിങ്ങൾക്ക് 5 കൂടുതൽ തന്നേക്കാം. ഓക്കെ, പക്ഷെ ഇന്ന് 45 ഡീലാക്കാം. ഓക്കെ, ഞാൻ 8 പകരമായി 9 തവണ ചെയ്തു. 45 ഡീലാക്കാം. മാഡത്തിനും ഒരു 5% കൂട്ടാണ്. മാഡവും ചെയ്യുന്നുണ്ട്. ഇവര് ഒരേ രണ്ടുപേരും valuation ഒരേ തന്നെയാണ് വാല്യൂഷനാണ് ചെയ്യുന്നത്. അതെ, ഒരേ ആ, വാല്യുവേഷനാണ് അതെങ്ങനെയാ? ഞങ്ങൾ എനിക്ക് തരുന്നത്. 45 ഇവർ 50. ഇത് അതുപോലെ നടക്കുന്ന തന്നെയാണ്. കാര്യമാണോ? അതും ഒരേ വേദിയില്. എന്നാ ഓക്കെ ഓക്കെ, ടൈറ്റൻസ്. നമുക്ക് ഡീൽ ഉറപ്പിക്കാം. Yay! Super. Well done! Well done! Well done! താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. 50 ലക്ഷം രൂപയായിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഞാൻ അതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. Yay! ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഹാവ് സീൻ ത്രൂ എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ബട്ട് ഇൻവെസ്റ്റേഴ്സ് ആസ് ലൈവ് ആസ് യു ഐ എം സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആൻഡ് ഐ താങ്ക് യു വെരി മച്ച്. ടൈറ്റൻസ്, നമ്മൾ പിരിയുന്നതിന് മുന്നേ ഒരു ഗോൾഡൻ കാര്യം ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ പ്രോഫിറ്റിനെ പറ്റിയും ലോസിനെ പറ്റിയും ഒക്കെ സംസാരിക്കും. അത് ബിസിനസ്സിന് വളരെ പ്രധാനമാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ അതിനെപ്പറ്റി നോക്കിയേ തീരൂ. പക്ഷേ ഈ പ്രോഫിറ്റിനേക്കാളും ലോസിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പലപ്പോഴും എന്തിനെയാണ് അതിനേക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത്? മനുഷ്യത്വത്തിന്. ഒരുപക്ഷെ കമ്പനി മാറാം, പ്രൊഡക്ട്സ് മാറാം, കസ്റ്റമേഴ്സ് മാറാം, ടൈം പോലും മാറാം. പക്ഷെ ഫൗണ്ടറുടെ Valuation എനർജി മാറുന്നുണ്ടെന്നേ. വാല്യുവേഷൻ പോലും മാറിപ്പോവാം. പക്ഷെ ഫൗണ്ടറുടെ എനർജി ഒരിക്കലും മാറില്ല. അത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. വളരെ വ്യക്തമായി. ഓക്കെ, നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ. നമ്മൾ ഐഡിയ ബസിൽ വെറും ലാഭനഷ്ട കണക്കുകൾ മാത്രമല്ല സംസാരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനമായി നമ്മുടെ രാജ്യത്തെ, ലോകത്തെ എങ്ങനെ മികച്ചതാക്കാം, പ്രകൃതിയെ എങ്ങനെ കൂടുതൽ സംരക്ഷിക്കാം, വരും തലമുറയ്ക്ക് മികച്ച രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഈ ലോകത്തെ എങ്ങനെയൊക്കെ മാറ്റാം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. നിങ്ങളുടെ കയ്യിലും അങ്ങനെയുള്ള ഐഡിയകൾ ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്കായുള്ള വേദി. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.